ഹലോ മക്കളെ, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഇത്രയും കാലം ഓൾ പാസ് എന്നുള്ളൊരു സിസ്റ്റം ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതായത് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസും അടുത്ത ഹയർ ക്ലാസ്സിലേക്ക് പാസ്സാകുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കിയിട്ടുള്ളത്. അതായത് ഓരോ സബ്ജക്റ്റിലും മിനിമം 30% മാർക്ക് നേടിയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമേ അടുത്ത ഹയർ ക്ലാസ്സിലേക്ക് പാസ്സാകുള്ളൂ. ബാക്കി ആ ഒരു 30% മാർക്ക് നേടാത്ത സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഫെയിലാകും. അപ്പം അങ്ങനെ ഈ ഒരു സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കിയതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഏകദേശം 2 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് ആണ് ഇപ്രാവശ്യം ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ മിസ്സിന് അറിയാം, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ഒരു മിനിമം 30% മാർക്ക് നേടാനായിട്ട് സാധിക്കാതെ പോയ മക്കളെല്ലാവരും നല്ല സങ്കടത്തിലായിരിക്കും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. പക്ഷേ ഇത് മിസ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അതായത് എപ്പോഴും നമ്മളിപ്പോൾ ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് പണിയണം അല്ലേ. അപ്പോൾ അടിത്തറ നല്ല സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ വീടിൻ്റെ ബാക്കിയുള്ള മുകളിലേക്കുള്ള എന്ത് കാര്യങ്ങൾ പണിഞ്ഞിട്ടും എന്ത് കാര്യമുള്ളൂ. അപ്പോൾ അടിത്തറ അല്ലെങ്കിൽ ആ ബേസ് കറക്റ്റ് ആവാതെ പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ എന്ത് പണിതിട്ടും ഒരു കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബാക്കി 9ാം ക്ലാസ് 10ാം ക്ലാസ് അങ്ങനെയുള്ള നമ്മൾ ബാക്കിയുള്ള ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളുടെ ബേസാണ് ഇപ്പം നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു 8ാം ക്ലാസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി 9ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ്സിലായാലൊക്കെ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു 9ലും 10ലും പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് മനസ്സിലാവില്ല, നമ്മുടെ മാർക്ക് വീണ്ടും കുറയും. അപ്പോൾ അതിനായിട്ട് നല്ലതല്ല ഇപ്പം നമ്മൾ പഠിക്കുന്നത് നല്ലോണം. ഇപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റിയില്ല, നമുക്ക് വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ല. പക്ഷേ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കരുത്, നമ്മൾ ജയിക്കും അല്ലേ. ജയിച്ച് തന്നെ അടുത്ത വർഷത്തേക്ക് നമ്മൾ പാസ്സാകും. എന്നിട്ട് നമ്മൾ അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല മാർക്ക് വാങ്ങി നമ്മൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഇപ്പോൾ ഫെയിലായി കഴിഞ്ഞാലും എൻ്റെ കുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നല്ല സെറ്റാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആ ഒരു നല്ലൊരു സ്പിരിറ്റിൽ തന്നെ എടുക്കുക, വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയായിരിക്കും ക്ലാസ്സുകളൊക്കെ വരിക എന്നുള്ള കാര്യം മിസ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് തോറ്റുപോയി, ഇനി വീണ്ടും നിങ്ങൾ 8ാം ക്ലാസ്സിൽ തന്നെ ഇരുന്നോ എന്നുള്ള കാര്യമല്ല ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പറഞ്ഞു തരുന്നത്. നിങ്ങളെ ജയിപ്പിച്ച് അടുത്ത ഹയർ ക്ലാസ്സിലേക്ക് എത്തിക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ല രീതിക്ക് തന്നെ നിങ്ങൾ വിചാരിക്കുക, നല്ല രീതിക്ക് പഠിച്ച് തന്നെ അല്ലേ. ഇനി അവർ ഒരു ചാൻസും കൂടെ നമുക്ക് തരുന്നുണ്ട്. ആ ചാൻസ് കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ എന്നുള്ള മിസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു അതായത് ഈ ഒരു 30% മാർക്ക് കിട്ടാതെ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതായത് വീണ്ടും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരാനായിട്ട് നിങ്ങൾക്ക് വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ തരുന്നതാണ്. അപ്പോൾ ജയിച്ച് തന്നെ അടുത്ത ഹയർ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് തരുന്നത്. അപ്പോൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 24 വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ദെൻ അതിനുശേഷം 24 നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 25 മുതൽ ഏപ്രിൽ 28 വരെ നിങ്ങൾക്ക് എക്സാം വെക്കുന്നുണ്ട്. വീണ്ടും വെക്കുന്ന എക്സാമാണ്. ഓക്കെ, അപ്പോൾ ഈ മിനിമം മാർക്ക് നേടാൻ സാധിക്കാതെ പോയാൽ അല്ലെങ്കിൽ ഫെയിൽ ആയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാകും. ഓക്കെ, അതിനുശേഷം എക്സാം ഏപ്രിൽ 25 മുതൽ ഏപ്രിൽ 28 വരെ ആയിരിക്കും ഉണ്ടാവുക. ദെൻ അതിനുശേഷം 30 നമുക്ക് റിസൾട്ടും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മിസ് നിങ്ങളെ കറക്റ്റ് സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിഷമിക്കേണ്ട എൻ്റെ കുട്ടികൾ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കണക്കിലെടുക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ടാമത് തന്നിട്ടുള്ള ആ ഒരു ചാൻസ് കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആ നേരത്തെ പഠിക്കാനായിട്ട് സാധിച്ചില്ല, പക്ഷെ ഇനി എന്ത് ചെയ്യുക, നമ്മൾ കഴിഞ്ഞു പോയ കാര്യം ആലോചിച്ചിട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് നന്നായിട്ട് പഠിക്കേണ്ടത്, ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാൻസ് നന്നായി യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല രീതിക്ക് നല്ല മാർക്ക് വാങ്ങി തന്നെ അടുത്ത ഹയർ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് നോക്കുക. ഓക്കെ, റെഡി? അപ്പോൾ ഇതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് എക്സ്ട്രാ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിസ് അത് അപ്പം തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും, മറക്കരുത്. ഓക്കെ, റെഡി? അപ്പോൾ ആരും വിഷമിക്കേണ്ട, നന്നായിട്ട് തന്നെ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാം.